വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. നമ്മളെന്ന് ഫിസിക്സിലെ 6ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ്, അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം നിത്യജീവിതത്തിൽ. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ നല്ല രീതിയിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കറണ്ട് ഉപയോഗിക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നത് ഒരു സയൻറ്റിസ്റ്റാണ്. ആ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് മൈക്കിൾ ഫാരഡേ. നമ്മൾ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ് ആര്? മൈക്കിൾ ഫാരഡേ. സത്യത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു ചിന്തയുടെ പിന്നിലാണ്, അല്ലെങ്കിൽ ആ ചിന്ത ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ പറയുന്ന പോലെ KCB വഴി ആവശ്യത്തിന് ഇങ്ങനെ വൈദ്യുതി കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഉപകരണവും എന്ത് വെച്ച് ഉണ്ടാക്കേണ്ടി വന്നേനെ, അല്ലെങ്കിൽ എന്ത് വെച്ച് പ്രവർത്തിപ്പിക്കേണ്ടി വന്നേ? ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായേനെ. അതായത് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിച്ചു അല്ലേ, നമ്മൾ ഈ പറയുന്ന ഗാൽവാനിക് സെല്ലുകളെ പറ്റിയൊക്കെ പഠിച്ചു. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? കെമിക്കൽ റിയാക്ഷൻ വഴി കറണ്ട് ഉണ്ടാകും. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ വഴി കറണ്ട് ഉണ്ടാകുമ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? കെമിക്കൽ തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് പുതിയൊരു മാർഗ്ഗം എന്നല്ല, നമുക്കിങ്ങനെ ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഉണ്ടാക്കി തന്ന ആരാണ്? അത് നമ്മുടെ സ്വന്തം മൈക്കിൾ ഫാരഡേ ആണ്. അപ്പോൾ മൈക്കിൾ ഫാരഡേ നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ. കാരണം ഈ മൈക്കിൾ ഫാരഡേ ആണ് ഇലക്ട്രിസിറ്റിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചിന്ത വന്നു. എന്താ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ ഈ പറയുന്ന ഇലക്ട്രിക്കൽ എനർജി അല്ലെ, ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് ചെയ്ത എക്സ്പെരിമെന്റ് ഓർമ്മയില്ലേ? ഒരു കണ്ടക്ടറിലൂടെ എന്ത് ചെയ്തു? കറണ്ടിനെ കടത്തിവിട്ടപ്പോൾ അതിന് ചുറ്റും എന്തുണ്ടായി? കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി എന്ന് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് പറഞ്ഞു. അപ്പോൾ മൈക്കിൾ ഫാരഡേ ചോദിച്ചു, അങ്ങനെയാണെങ്കിലേ ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി അങ്ങോട്ട് കൊടുത്തപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടിയെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക്കൽ എനർജി എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് അല്ലെ, ഇലക്ട്രോണുകളുടെ ചലനം. ഇലക്ട്രോണിന് ചലിച്ചപ്പോൾ കാന്തിക മണ്ഡലം ഉണ്ടായെങ്കിൽ, കാന്തിക മണ്ഡലത്തെ നമുക്കൊന്ന് ചലിപ്പിച്ചാൽ ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുമോ എന്ന് ആർക്ക് തോന്നി? മൈക്കിൾ ഫാരഡേക്ക് തോന്നി. ആ തോന്നലിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ജനറേറ്ററും അത് വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. മൈക്കിൾ ഫാരഡേക്ക് ഒരു ചെറിയ സംശയം തോന്നി. എന്താണ് ഇലക്ട്രിക്കൽ ഫീൽഡ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ചാർജുകളുടെ മൂവ്മെന്റ്. അപ്പോൾ ചാർജ് മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിനെ മൂവ് ചെയ്താൽ ചാർജുകൾ ഉണ്ടാകൂ അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ഉണ്ടാവുമോ എന്ന സംശയം. ആ സംശയം സത്യത്തിൽ എന്ത് ചെയ്തു? ഫലിച്ചു. ആ ഫലത്തിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടായത്? നമ്മൾ ഇന്ന് ഈ കാണുന്ന കറണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, നമ്മളിവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. Magnets can be made using electricity. It was from this thought that Michael Faraday arrived at the principle of electromagnetic induction and the invention of generator. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? നമുക്ക് കറണ്ട് അല്ലെങ്കിൽ ചാർജ് മൂവ് ചെയ്യിപ്പിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാമെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിനെ മൂവ് ചെയ്യിപ്പിച്ച് നമുക്ക് ചാർജ് ഉണ്ടാക്കാമോ? ഉണ്ടാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ. എന്ന് വെച്ചാൽ എന്താണ്? മാഗ്നറ്റിലൂടെ നമ്മൾ ഇലക്ട്രിക്കൽ ഫീൽഡ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു, ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് കണക്കാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്പെരിമെന്റ് തന്നേക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ വേണം നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട്? ഓക്കെ, നമുക്കൊരു കാന്തം വേണം, ഒരു കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കണ്ടക്ടറിന് നമ്മൾ ഈ സോളിനോയിഡ് പോലെ ചുരുട്ടി വെച്ചേക്കുന്ന ഒരു സാധനം വേണം. അതിന് നമ്മളൊരു ഗാൽവനോമീറ്ററിൽ കൊടുത്തേക്കുകയാണ്. അപ്പോൾ ഒരു മാഗ്നറ്റ്, ഒരു കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്തു? ഒരു സോളിനോയിഡിന്റെ ഷേപ്പിലാക്കി വെച്ചിട്ട് നമ്മളൊരു ഗാൽവനോമീറ്ററിൽ കൊടുത്തിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇത് തന്നെയാണ് ആര് ചെയ്തത്? മൈക്കിൾ ഫാരഡേയും ചെയ്ത് നോക്കിയത്. സംഭവം എന്തുവാണ്? ഈ പറയുന്ന കാന്തം, ഈ പറയുന്ന കണ്ടക്ടറിന്റെ വയറെടുത്ത് നമ്മൾ എവിടെ കൊടുത്തു? ഗാൽവനോമീറ്ററിൽ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ആരെയും ഒന്നും അനക്കാതെ നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ അനക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ എന്താണ്? ഇങ്ങനെ ഒരു കാന്തം ഇരിക്കുകയാണെങ്കിൽ അതിലൊന്ന് നോർത്ത് പോൾ ആയിരിക്കും, ഒന്ന് സൗത്ത് പോൾ ആയിരിക്കും. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ടായിരിക്കും. ഈ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ആരെ കൊണ്ട് വെച്ചേക്കുകയാണ്? ഒരു കോയിലിനെ കൊണ്ടുവന്ന് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒബ്സർവേഷൻ എന്താ? ഈ പറയുന്ന കോയിലിനെ നമ്മളൊരു ഗാൽവനോമീറ്ററിൽ കൊടുത്താൽ, ഗാൽവനോമീറ്റർ എന്താന്ന് നിങ്ങൾക്കറിയാം, വൈദ്യുതിയുടെ പ്രസൻസും അതുപോലെ തന്നെ അത് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനും കണ്ടുപിടിക്കാനുള്ള ഉപകരണമാണ് ഗാൽവനോമീറ്റർ. അപ്പോൾ ഗാൽവനോമീറ്റർ അനങ്ങുന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്നു എന്നർത്ഥം. ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ അനങ്ങൂ. ഇവിടെ പിക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യത്തില്ല? ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ഡിഫ്ലക്ട് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചേ.
ചാർജുകൾ മൂവ് ചെയ്തപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പോഴല്ലേ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുള്ളൂ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന് എന്തെങ്കിലും മൂവ്മെന്റ് വന്നോ, അല്ലെങ്കിൽ കണ്ടക്ടറുമായി തൊട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? ഒന്നും വന്നില്ല, കാരണം അനങ്ങാതിരിക്കുകയല്ലേ. അനങ്ങിയാലല്ലേ ഉള്ളൂ, ഇപ്പം അനങ്ങുന്നില്ല, അപ്പം കറണ്ട് ഇല്ല, അപ്പം ഡയറക്ഷനും ഇല്ല. എന്നാൽ നമ്മൾ പെട്ടെന്ന് ദ സോളിനോയിഡ് ഈസ് മൂവ്ഡ് ടുവേർഡ്സ് ദ മാഗ്നറ്റ്, ഇത് ഇങ്ങനെ ഇരുന്ന ഈ പറയുന്ന കോയിലിനെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇതിങ്ങനെ താഴേക്ക് മൂവ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ മൂവ്മെന്റ് നടക്കുന്ന സമയം അത്രയും, ഇതാ ഇവിടെ ഇരുന്ന കോയിലിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിച്ച് ഇവിടെ എത്തി. മൂവ്മെന്റ് നടന്ന സമയം അത്രയും നമ്മൾ ഗാൽവനോമീറ്ററിലോട്ട് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഗാൽവനോമീറ്റർ എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റ് ചെയ്തു. ഗാൽവനോമീറ്റർ എന്ത് ചെയ്തു? ഡിഫ്ലക്റ്റ് ചെയ്തു. എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു? വലതുവശത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു? വലതുവശത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. ചെയ്യാമോ? ചെയ്യാം. കാരണം അവിടെ എന്താ പറ്റിയേ? അവിടെ മൂവ്മെന്റ് ഉണ്ടല്ലേ. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തു? മൂവ് ചെയ്തു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്തു എന്ന് വെച്ചാൽ എന്താ? ഈ കണ്ടക്ടറിനോട് തൊട്ടിരുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ എന്ത് ചെയ്തു? ചലിച്ചു. നമുക്കത് വേറൊരു രീതി മനസ്സിലാക്കിയാലോ? ഇതാ ഇവിടെ ഒരു കണ്ടക്ടർ ഇരിക്കുകയാണ്, ഇവിടെ എന്തിരിക്കുകയാണ്? ഒരു മാഗ്നറ്റും ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ, മാഗ്നറ്റിൻ്റെ ഫീൽഡ് ആരെ തൊട്ടിരിക്കുകയാണ്? ഈ കണ്ടക്ടറിനെ ഇങ്ങനെ തൊട്ടിരിക്കുകയാണ്. കണ്ടക്ടറിനകത്തുള്ള ആരുമായിട്ടാണ് തൊട്ടിരിക്കുന്നത്? ചാർജുമായിട്ടാണ് തൊട്ടിരിക്കുന്നത്. സോ ഈ കണ്ടക്ടറെ ഞാൻ പെട്ടെന്ന് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഇവർ തമ്മിലൊരു കയറ് കെട്ടി വെച്ചേക്കാന്ന് ചുമ്മാ ചിന്തിക്കും, എന്ത് പറ്റും? ഈ പറയുന്ന മാഗ്നറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ചാർജുകളെയും ഇങ്ങോട്ട് അത് വലിക്കത്തില്ലേ? അപ്പോൾ ചാർജുകൾ മൂവ് ചെയ്താൽ അതല്ലേടാ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? വൈദ്യുതി ഉണ്ടായി. ഇത്രയേ ഉള്ളൂ സംഭവം. അടുത്ത്, മാഗ്നറ്റ് ഈ സ്റ്റേഷനറി ഇൻസൈഡ് ദ കോയിൽ എന്ന് വെച്ചാൽ നമ്മൾ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ അനക്കാതെ വെച്ചേക്കുകയാണ്. അപ്പോൾ എവിടെയാണോ സ്റ്റേഷനറി അനങ്ങുന്നില്ല, അവിടെ എന്തില്ല? ഡിഫ്ലക്ഷനും കാണത്തില്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡ് അനങ്ങിയാലേ കറണ്ട് ഉണ്ടാവും. ഇവിടെ അനങ്ങുന്നില്ല, കറണ്ട് ഇല്ല, അപ്പോൾ ഡയറക്ഷനും ഇല്ല. തിരിച്ച് സോളിനോയിഡ് ഈസ് പുൾഡ് ഔട്ട് ഓഫ് ദ മാഗ്നറ്റ്, തിരിച്ചിതാ കണ്ടോ, ആരോ മാർക്ക് കണ്ടോ, മുകളിലോട്ട് വലിച്ചു. അപ്പോൾ മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഉറപ്പായിട്ടും ഡിഫ്ലക്റ്റ് ചെയ്യും. എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും? താഴോട്ടാക്കിയപ്പോൾ വലത്തോട്ടാണ് ഡിഫ്ലക്റ്റ് ആയതെങ്കിൽ മുകളിലോട്ടാക്കുമ്പോൾ എങ്ങോട്ടായിരിക്കും? ഇടത്തേക്കായിരിക്കും, ലെഫ്റ്റിലേക്കായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമുക്കപ്പോൾ എന്ത് മനസ്സിലായി? കണ്ടക്ടറും മാഗ്നറ്റും ഉണ്ട്, അതായത് മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് ക്യാരിങ് കണ്ടക്ടറും. ഇവർക്കിടയിൽ എപ്പോഴാണോ മൂവ്മെന്റ് ഉണ്ടാവുന്നത്, അപ്പോൾ കറണ്ട് ഉണ്ടാവും. മൂവ്മെന്റ് ഉണ്ടാവുന്നത് എപ്പോഴാണോ, അപ്പോൾ കറണ്ട് ഉണ്ടാവും. മൂവ്മെന്റ് ഇല്ലേ, കറണ്ട് ഇല്ല. ഇവിടെ നോക്കി, കീപ്പിംഗ് ദ സോളിനോയിഡ് സ്റ്റേഷനറി. സോളിനോയിഡ് നമ്മൾ അനക്കാതെ വെച്ചിട്ട് മാഗ്നറ്റ് ഈസ് മൂവ്ഡ് അപ്വേർഡ്. മാഗ്നറ്റിന് എന്ത് ചെയ്തു? മുകളിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് സോളിനോയിഡിനെ താഴോട്ട് മൂവ് ചെയ്താലും അല്ല കാന്തത്തിന് മുകളിലോട്ട് മൂവ് ചെയ്താലും ഇവർക്കിടയിലുള്ള റിലേറ്റീവ് മൂവ്മെന്റ് ഈ പറയുന്ന ഒരേ ദിശയിൽ തന്നെ അല്ലേ? ആണോ അല്ലേ? ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ പറയുന്ന, ഇവിടെ എൻ്റെ ഒരു എക്സ്പെരിമെന്റ് കാണിക്കാൻ ഒരു സാധനവും ഇല്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് കാന്തം, ഇതാണ് സോളിനോയിഡ്. ഇങ്ങനെ ഇങ്ങനെ 1 2 3 4 ടേൺ ആയിട്ടിരിക്കുകയാണ്. നമ്മളിതിനെ എന്ത് ചെയ്തു? താഴോട്ട് കൊണ്ടുവന്നു. അല്ല ഇതിനെ മുകളിലോട്ട് കൊണ്ടുവന്നാലും ഇവർക്കിടയിലുള്ള റിലേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട്. അതിപ്പോൾ ഇങ്ങനെ വന്നാലും ഒന്ന് തന്നെ. അപ്പോഴും എന്ത് പറ്റും? ഈ പറയുന്ന നീഡില് ഡിഫ്ലക്റ്റ് ചെയ്യും റൈറ്റിലോട്ട്. തിരിച്ചു പോകുമ്പോഴും കീപ്പിംഗ് ദ സോളിനോയിഡ് സ്റ്റേഷനറി, ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോഴും എന്ത് പറ്റും? ഡിഫ്ലക്റ്റ് ചെയ്യും. എങ്ങോട്ടായിരിക്കും? ലെഫ്റ്റിലോട്ടായിരിക്കും. ലാസ്റ്റ് ചോദിച്ചേക്കുന്ന കീപ്പിംഗ് ദ മാഗ്നറ്റ് ഇൻസൈഡ് ദ സോളിനോയിഡ്. മാഗ്നറ്റിന്റെ അകത്ത് സോളിനോയിഡ് വെച്ചിട്ട് ഇവർ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് മൂവ് ചെയ്താൽ കറണ്ട് ഉണ്ടാവുമോ? ഇല്ല. എന്തുകൊണ്ടുണ്ടാവൂല? ഇവർക്കിടയിൽ റിലേറ്റീവ് മൂവ്മെന്റ് ഉണ്ടാവണം. ഇങ്ങനെ ഒരുമിച്ച് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ മാറ്റമൊന്നുമില്ലല്ലോ. നമ്മൾ ബസ്സിൽ പോകുന്ന കേസേ അല്ല, നമ്മൾ ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് നമ്മൾ പുറത്തു നിന്ന് ഒരാൾ ബസ്സിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന ബസ്സിനകത്ത് ഇരിക്കുന്ന ആൾ സ്റ്റേഷനറിയാണ് നമ്മൾ പറയത്തില്ലേ? ബസ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അകത്തിരിക്കുന്ന ആള് ഡ്രൈവറിനെ നോക്കിക്കഴിഞ്ഞാൽ ബസ് മൂവ് ചെയ്യുകയാണെങ്കിലും അവർ രണ്ടുപേരും പരസ്പരം നോക്കുമ്പോൾ അവർ പരസ്പരം റിലേറ്റീവ് മൂവ്മെന്റ് ഇല്ലല്ലോ. ആ ലോജിക്ക് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യത്തില്ല? നോ ഡിഫ്ലക്ഷൻ. ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരൊറ്റ കാര്യം മനസ്സിലായിട്ടുള്ളൂ. എന്താണ്? വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അസോസിയേറ്റഡ് വിത്ത് ദ കണ്ടക്ടർ, വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ദ കണ്ടക്ടർ വെൻ ദ കണ്ടക്ടർ ആൻഡ് ദ മാഗ്നറ്റ് ആർ ഇൻ റിലേറ്റീവ് മോഷൻ. അപ്പോൾ രണ്ടുപേരും തമ്മിൽ റിലേറ്റീവ് മോഷൻ എന്ന് വെച്ചാൽ ഒന്നിന് അനുബന്ധിച്ച് മറ്റൊന്ന് ചലിക്കുമ്പോൾ എന്ത് പറ്റും? ഫ്ലക്സ് ചേഞ്ച് ചെയ്യും.
വിച്ച് ആർ ദ സിറ്റുവേഷൻസ് വെയർ ഗാൽവനോമീറ്റർ നീഡ് ഡിഫ്ലക്ട്? എപ്പോഴാണ് ഡിഫ്ലക്ട് ചെയ്തത്? വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദ കണ്ടക്ടർ ചേഞ്ച്ഡ്, അല്ലേ? ചേഞ്ച് ചെയ്തപ്പോഴാണ് ഡിഫ്ലക്ട് ചെയ്തത്. കാരണം അനക്കാതെ വെച്ചപ്പോഴത്തേക്കും ഡിഫ്ലക്ട് ചെയ്തില്ല. വൈ ഡിഡ് ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട്? ബിക്കോസ് എന്താണ്? എ കറണ്ട്, അല്ലേ? എ കറണ്ട് ഈസ് ഫ്ലോയിങ്. ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത്. വെൻ ഡിഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ ഗാൽവനോമീറ്റർ നീഡിൽ ചേഞ്ചസ്? വെൻ മൂവ്ഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെ? ഈ പറയുന്ന സോളിനോയിഡ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തപ്പോഴാണ് എന്ത് ചെയ്തത്? ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട് ചെയ്തത്. വൈ ഡിഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ ഗാൽവനോമീറ്റർ നീഡിൽ ചേഞ്ചസ്? ബിക്കോസ് കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ എന്ത് ചെയ്തു? ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തു. അതുകൊണ്ടാണല്ലോ നീഡിലും ചേഞ്ച് ചെയ്തത്. അപ്പം നമുക്ക് അതിൽ നിന്ന് ഇത്ര കാര്യം മനസ്സിലായുള്ളൂ. എന്താണ്? വെൻ എവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ എന്താ? ക്ലോസ് ചെയ്ത കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴാണോ ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ് EMF? EMFിന്റെ ഫുൾ ഫോം കഴിഞ്ഞ കൊല്ലം പഠിച്ചു. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഫോഴ്സ്. ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് അല്ലേ ചാർജ് മൂവ്മെന്റ്? ആ ചാർജ് മൂവ്മെന്റിനെ അല്ലേ നമ്മൾ വൈദ്യുതി എന്ന് വിളിക്കുന്നത്? സോ ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യിക്കുമ്പോൾ ചേഞ്ച് ആകും. അപ്പോൾ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഡെഫിനിഷനായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെ പഠിക്കണം: ദ ഫിനോമിനൻ ഓഫ് ഇൻഡ്യൂസിങ് ആൻ EMF. ഒരു കണ്ടക്ടറിലോട്ട് ഒരു EMF കൊണ്ടുവരുന്നു. EMF കാരണം കറണ്ട് ഫ്ലോ ചെയ്യുന്നു. എപ്പോൾ? അക്രോസ് എ കണ്ടക്ടർ. എന്ത് കാരണം ഇതുണ്ടാവുന്നത്? ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ ഇൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഈസ് കോൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഇത്രയും പഠിച്ചോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. എപ്പോൾ? കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ തിരിച്ച് മാഗ്നറ്റിക് ഫീൽഡിനെ ഫ്ലോ ചെയ്യിപ്പിക്കുക എന്ന് വെച്ചാൽ മൂവ് ചെയ്യിപ്പിച്ചാൽ കറണ്ട് ഉണ്ടാകുമോ? ഉണ്ടാകും. എപ്പോൾ ഉണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡും ഈ പറയുന്ന കണ്ടക്ടറും തമ്മിൽ ഒരു റിലേറ്റീവ് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന എഫക്റ്റ് അല്ലെങ്കിൽ ആ ഫിനോമിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ ഉണ്ടാകുന്നത് എന്ത്? EMF ആണ്. എന്ത് ഫ്ലോ ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. സോ അങ്ങനെ ഉണ്ടാകുന്നത് EMF. ആ EMF ആണെന്ത്? കാരണം ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. സോ ദ EMF ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഡെവലപ്ഡ് ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ദ ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ദ കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ആദ്യമായിട്ട് എന്താണ്? മൈക്കിൾ ഫാരഡേ ആണ് ഈ പറയുന്ന കാര്യം എക്സ്പെരിമെന്റലി ഒബ്സർവ് ചെയ്തത്. ഇനി കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ജോലി എന്താ? ഈ കറണ്ടിന് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുമോ? എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നിങ്ങളതിനെ ആലോചിച്ച് നോക്കണം. അപ്പം ഞാനിത് സിമ്പിളായിട്ട് നമുക്ക് വേറൊരു രീതിയിലും വരയ്ക്കാൻ പറ്റും. ഒരു സോളിനോയിഡ് നമ്മളിങ്ങനെ വയ്ക്കുക. അതിൻ്റെ താഴെയായിട്ട് എന്തിനെ കണക്ട് ചെയ്യുക? ഒരു ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്യുക. ഇതേ തൊട്ടിപ്പുറത്തായിട്ട് ഒരു മാഗ്നറ്റിനെ കൊണ്ടുവന്ന് വയ്ക്കുക. മാഗ്നറ്റിനെ നമ്മളിങ്ങനെ അനക്കാതെ വയ്ക്കുന്ന സമയത്ത് എന്ത് പറ്റും? ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻസ് ഈ പറയുന്ന സോളിനോയിഡുമായിട്ട് ടച്ച് ചെയ്തിരിക്കുകയായിരിക്കും. മൂവ്മെൻ്റ് ഇല്ലാത്ത സമയത്ത് കറണ്ട് ഫ്ലോ ഇല്ല. ഇതിനെ ഞാൻ അകത്തോട്ട് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ കറണ്ട് ഫ്ലോ നടക്കും. അകത്തുകൊണ്ട് വയ്ക്കുമ്പോൾ വീണ്ടും കറണ്ട് ഫ്ലോ ഇല്ല. പുറത്തേക്ക് വലിക്കുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും ഓപ്പോസിറ്റ് ദിശയിൽ. എന്തുകൊണ്ട്? ഈ പറയുന്ന കാന്തത്തിൻ്റെ ഈ ലൈൻസ്, അതല്ലേ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്, ആ ലൈനും ഈ പറയുന്ന കണ്ടക്ടറിനും ഇടയിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഇവൻ അങ്ങോട്ട് നീക്കുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് ഒക്കെ അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ കറണ്ട് ഫ്ലോ ഇങ്ങോട്ട്, കറണ്ട് ഫ്ലോ വലത്തേക്ക്. തിരിച്ച് ഈ പറയുന്ന മാഗ്നറ്റ് ഞാൻ പുറത്തോട്ട് വലിച്ചപ്പോഴത്തേക്കും ഈ പറയുന്ന ഇലക്ട്രോൺസിനെയൊക്കെ എല്ലാം ഇങ്ങോട്ട് വലിച്ചു. അപ്പോൾ എങ്ങോട്ടും ഉണ്ടായി? ഓപ്പോസിറ്റ് ദിശയിൽ എന്ത് ചെയ്തു? ഡിവീറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണെന്ത് സംഭവം. ഇനി എനിക്ക് ഈ പറയുന്ന കറണ്ടിൻ്റെ അല്ലെ, നമുക്കറിയാം ഗാൽവനോമീറ്റർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ അളക്കാനും അതിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കാനും അല്ലേ. അതായത് എത്രത്തോളം ഈ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും അല്ലേ. കുറച്ചാണോ ഡിഫ്ലക്ട് ചെയ്തത്? നല്ലോണം ഡിഫ്ലക്ട് ചെയ്തു. അപ്പോൾ നല്ലോണം ഡിഫ്ലക്ട് ചെയ്താൽ നല്ല രീതിയിൽ കറണ്ട് ഫ്ലോ ചെയ്തു. കുറച്ചേ ഉള്ളൂ എങ്കിൽ ചെറിയ കറണ്ട് ഫ്ലോ ചെയ്തു. അപ്പോൾ ഈ കറണ്ട് ഉണ്ടാകും എന്നറിയാം. അപ്പോൾ ഇനി എത്രത്തോളം കറണ്ട് ഉണ്ടാവും, അത് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ പറയുന്ന കുറച്ച് ആൾക്കാർ ഒന്ന് മാറ്റി. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്പർ ഓഫ് ടേൺസ് കൂട്ടി. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു സോളിനോയിഡ് അല്ലേ വെച്ചിരുന്നത്.
ഈ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ലെങ്ത് ഭാഗത്തിലുള്ള ടേൺസിന്റെ എണ്ണം കൂട്ടി എന്ന് വെച്ചാൽ അടുപ്പിച്ച് തിക്കായിട്ടുള്ള കോയിൽ ഉപയോഗിച്ചു. എന്നിട്ട് നമ്മൾ കറണ്ട് നോക്കിയപ്പോൾ എന്താ കണ്ടത്? കറണ്ട് ഫ്ലോ കൂടുതലായിരിക്കും. ലോജിക് അല്ലെ? ടേൺസിന്റെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ കണ്ടക്ടറുമായിട്ട് കോൺടാക്ട് വരികയാണ്, അപ്പോൾ കൂടുതൽ കറണ്ട് ഉണ്ടായി. ദ സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ഇൻക്രീസസ്. മാഗ്നറ്റിന് സ്ട്രെങ്ത് കൂടുന്നു വെച്ചാൽ എന്തായിരിക്കും? 2 മാഗ്നറ്റ് ഉണ്ട്, ഇത് സ്ട്രെങ്ത് കുറഞ്ഞ മാഗ്നറ്റ്, അപ്പോൾ കുറച്ച് ലൈൻസേ ഉണ്ടാവത്തുള്ളൂ. സ്ട്രെങ്ത് കൂടിയ മാഗ്നറ്റ് ആകുമ്പോൾ എന്ത് പറ്റും? കൂടിയ ലൈൻസ് ഓഫ് ഫോഴ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ എന്തിനെ കൊണ്ടുപോകും? ഇലക്ട്രോൺസിനെ കൊണ്ടുപോകും. അപ്പോൾ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും? കൂടും. അടുത്ത് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുന്ന സ്പീഡ് എന്ത് ചെയ്തു? കൂട്ടി. സ്പീഡ് കൂട്ടുമ്പോഴും കൂടുതൽ ഭാഗങ്ങളല്ലേ മൂവ് ചെയ്യുന്നത്, അപ്പോഴും എന്ത് പറ്റും? കറണ്ട് ഫ്ലോ കൂടും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? whenever there is a change in magnetic flux linked with a coil, an EMF is induced. And the induced EMF will produce a current called induced current. And the induced current will depend on the number of turns of the conductor. അതുപോലെ തന്നെ എന്താണ്? സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ സ്പീഡ് അറ്റ് വിച്ച് ദ കണ്ടക്ടർ ആൻഡ് ദ മാഗ്നറ്റ് ഈസ് ഇൻ റിലേറ്റീവ് മോഷൻ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി പഠിക്കുന്ന സംഭവങ്ങൾ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോട്ട് എഴുതിയാലോ? അപ്പോൾ നമ്മൾ ഇത് പറ്റി പഠിച്ചിട്ട് നമ്മൾ നോട്ട് എന്ത് എഴുതും? നമുക്ക് എക്സ്പെരിമെൻ്റ് ഒന്നും നോട്ടായിട്ട് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, മലയാളം മീഡിയം കുട്ടികളുടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാൽ ഒന്നുമില്ല, മാറ്റമൊന്നുമില്ല അല്ലേ? നമ്മളെ വാക്കിലുണ്ടാകുന്ന മാറ്റമേ ഉള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വരെ നമ്മൾ എന്ത് പറയും? വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയും. മൈക്കിൾ ഫാരഡേ തന്നെയാണ് ഉണ്ടാക്കിയത്. കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് അല്ലേ? എന്താണ് അല്ലേ? വിഭ്രംശിക്കുന്നു, ഡീവിയേറ്റ് ചെയ്യുന്നതിൻ്റെ മലയാളമാണ്. നിങ്ങൾക്ക് അറിയാം അല്ലേ? എന്തറിയാം? ഇവിടെ ഡീവിയേറ്റ് ചെയ്യത്തില്ല, നോ, അപ്പോൾ കറണ്ടും ഇല്ല. ഇവിടെ ഡീവിയേറ്റ് ചെയ്യും, വലത്തോട്ട്. ഇവിടെ ഡീവിയേറ്റ് ചെയ്യത്തില്ല. ഇവിടെ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും, ഇടത്തോട്ട്. ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും, വലത്തോട്ട്. ഡീവിയേറ്റ് ചെയ്യും, ഇടത്തോട്ട്. ഡീവിയേഷൻ ഇല്ല. സെറ്റല്ലേ? അടുത്തിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ഓക്കെ, അപ്പം നോക്കിയേ, ചാലകവും കാന്തവും ആപേക്ഷിക ചലനമായിരിക്കുമ്പോൾ ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക മണ്ഡല രേഖകൾക്ക് എന്ത് സംഭവിക്കും? അവർക്ക് വ്യതിയാനം ഉണ്ടാകും അല്ലേ? അപ്പോൾ ഈ വ്യതിയാനം ഉണ്ടാകും. അപ്പോൾ എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് വ്യതിയാനം അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത്? ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സ്, അതായത് ഈ പറയുന്ന കണ്ടക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്തു? ചലിച്ചപ്പോഴാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും സംഭവിച്ചത്? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഈ പറയുന്ന ദിശ മാറിയത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ പറയുന്ന മൂവ് ചെയ്യുന്ന ദിശ മാറ്റിയത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന വൈദ്യുത കാന്തിക പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് എന്താണ്? വ്യതിയാനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വ്യതിയാനം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ചാലകത്തിലേക്ക് എന്തുണ്ടാകും? ഒരു EMF പ്രേരണം അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യപ്പെടും, അകത്തോട്ട് കൊടുക്കപ്പെടും. അപ്പോൾ എന്ത് പറ്റും? കറണ്ട് ഫ്ലോ ഉണ്ടാകും. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രേരിത വൈദ്യുതി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. ഇത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? യൂണിറ്റ് നീളത്തിലുള്ള ചാലക ചുറ്റുകളുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ അവിടുത്തെ കാന്തത്തിന്റെ ശക്തിയെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ചലനത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ചലിപ്പിക്കുന്നതിന്റെ വേഗതയും ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. നോട്ട് എഴുതാം ഇനി. അപ്പോൾ നോട്ട് എഴുതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോട്ടിനകത്ത് എന്തൊക്കെ നമുക്ക് പോയിന്റുകളാണ് എഴുതാനുള്ളതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതാ നോക്കൂ. ഫസ്റ്റ് പോയിന്റ്, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? നമുക്ക് എക്സ്പെരിമെന്റ് നമ്മൾ ഒരിക്കലും നോട്ടിൽ എഴുതി വെച്ച് പഠിക്കാൻ പറ്റത്തില്ല. എക്സ്പെരിമെന്റ് നമ്മുടെ തലയ്ക്കകത്ത് ഉണ്ടാവണം, പഠിച്ചു വെച്ചേക്കണം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. എഴുതുമല്ലോ. The phenomenon of inducing an EMF across a conductor due to the change in the magnetic flux linked with the conductor is called electromagnetic induction. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇതും ചോദിക്കാം, അല്ലെങ്കിൽ നോട്ടിൽ എഴുതി വെക്കണം. ഓക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്, സ്പീഡ് ഓഫ് ദ മൂവ്മെന്റ്. ഇത്രയും പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. കറണ്ടുകൾ 2 തരത്തിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മൈക്കിൾ ഫാരഡേ ഈ പറയുന്ന സംഭവം ഒന്നും കണ്ടെത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, അതായത് എന്താണ്, ഇങ്ങനെ കറണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ആരെയായിരിക്കും? ഈ കാണുന്ന സാധനം. നമ്മളിതിനെ എന്ത് വിളിക്കും? സെൽ അല്ലെങ്കിൽ ബാറ്ററി എന്ന് വിളിക്കും. നിങ്ങൾക്കറിയാം ബാറ്ററിക്കകത്ത് എന്താ നടക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നു അല്ലേ? ഒരു രാസപ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് വൈദ്യുതി ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ബാറ്ററിക്കകത്ത് നടക്കുന്നത്. പല സെല്ലുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു, പ്രൈമറി സെക്കൻഡറി ഒക്കെ പഠിച്ചു അല്ലേ? ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്താ പറ്റുന്നത്? കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഒരു ബാറ്ററിക്ക് എന്തൊക്കെ ഉണ്ട്? ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ടാവും, നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും. മനസ്സിലാക്കുക. ഈ നെഗറ്റീവ് ടെർമിനൽ വഴി ഇലക്ട്രോൺസ് പുറത്തോട്ട് വരുന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഫ്ലോ ചെയ്ത് തിരിച്ച് പോസിറ്റീവിലോട്ട് എത്തും. അപ്പോൾ നമ്മൾ പറയും കറണ്ട് പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവിലോട്ടാണെന്ന്. അത് ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ആണ്.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ എപ്പോഴും നെഗറ്റീവിൽ നിന്നായിരിക്കും ഇലക്ട്രോൺസ് പുറത്തോട്ട് വരുന്നത്, ഒറ്റ ദിശയിൽ മാത്രമായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ ഒറ്റ ദിശയിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന കറണ്ടുകളെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട്. അപ്പോൾ കറണ്ട് ദാറ്റ് ഫ്ലോ ഇൻ ഓൺലി വൺ ഡയറക്ഷൻ ഈസ് കോൾഡ് ഡയറക്റ്റ് കറണ്ട് എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇലക്ട്രോൺസ് വന്ന് ഡിങ് 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 മൂവ് ചെയ്യും. ഗാൽവനോമീറ്റർ അപ്പോൾ എന്ത് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന റെസിസ്റ്ററിൽ പോവും, വർക്കൊക്കെ ചെയ്യും, വർക്കിൽ നിന്ന് ഹീറ്റ് ഉണ്ടാവും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് എന്ത് ചെയ്യും, നേരെ പോസിറ്റീവിലോട്ട് വരും. ഇത് എപ്പോഴായാലും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെയായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ എതിർ ദിശയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ദിശ അപ്പോൾ എന്തായാലും ഒന്ന് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഒറ്റ ദിശയിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന കറണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് കറണ്ട്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിച്ചു, നേരത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു സോളിനോട് വരച്ച് കാണിച്ചു തന്ന എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അല്ലേ. കാന്തത്തിന് നമ്മൾ വലത്തോട്ട് മൂവ് ചെയ്തപ്പോൾ കറണ്ട് വലത്തോട്ട് പോയി, കാന്തത്തിന് നമ്മൾ ഇടത്തോട്ട് മൂവ് ചെയ്തപ്പോൾ കറണ്ടും ഇടത്തോട്ട് പോയി. അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ദിശ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കറണ്ടും കൂടി ഇല്ലേ, ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ചാലകം അല്ലെങ്കിൽ കണ്ടക്ടറിനകത്ത് ചാർജുകൾ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അപ്പോൾ അങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ചെയ്താൽ ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ട് അല്ലേ, ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാക്കുന്ന എന്തിലൂടെ ആയിരിക്കും, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഉണ്ടാക്കുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ബാറ്ററി ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് കറണ്ട് എന്ന് പൂർണ്ണമായിട്ട് പറയാനും പറ്റത്തില്ല. അപ്പോൾ അതിന് നമുക്കൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോവാം. എന്തുവാണ് ജനറേറ്റർ എന്ന് പറയുന്ന സാധനം. എന്താ അപ്പോൾ ജനറേറ്റർ, അതായത് നോക്കി, ഈസ് ഇറ്റ് ദ സെയിം മാനർ ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ ലാർജ് സ്കെയിൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു കണ്ടക്ടർ എടുത്ത് വെച്ച് ഈ പറയുന്നത് നിങ്ങൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കറണ്ട് വരുന്നത്, എങ്ങനെയാണ് KSEB ഉദ്യോഗസ്ഥർ ഈ പറയുന്ന KSEBയുടെ ഓഫീസിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യും, ഒരു കയ്യിൽ ഒരു കണ്ടക്ടറിനെ പിടിക്കും, ഒരു കയ്യിൽ ഒരു കാന്തത്തെ പിടിക്കും, രണ്ടും കൂടി ഇങ്ങനെ ആക്കി കറണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ഇത് മറ്റേതെങ്കിലും ശക്തി കൊണ്ട് നമുക്ക് നടത്തിപ്പിക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ 10ാം ക്ലാസ് കുട്ടികളാണ്, ചെറിയ പിള്ളേരൊന്നും അല്ല, നിങ്ങൾക്കറിയാം അല്ലേ, പവർ പ്ലാന്റുകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് അല്ലേ, വൈദ്യുതി അല്ലേ, നമ്മുടെ വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്നു, നീരാവിയിൽ നിന്നുണ്ടാക്കുന്നു, ന്യൂക്ലിയർ എനർജിയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മളിത് ഉണ്ടാക്കിയാലും ഉണ്ടാക്കുന്ന ഒരു ഉപകരണം വെച്ചിട്ടാണ്. ആ ഉപകരണത്തിൻ്റെ പേരാണ് എന്ത്, ജനറേറ്റർ. എന്തുവാണ്, ജനറേറ്റർ. അപ്പോൾ ജനറേറ്റർ പറയുന്നതിന് മുന്നേ ആയിട്ടെ നമുക്കൊന്ന് നോക്കിയാലോ, സംഭവം നോക്കണം. വൈദ്യുതി അല്ലെ, വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ ഫലമായി ലഭിക്കുന്ന കറണ്ടും ഒരു ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന കറണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും വ്യത്യാസമുണ്ട്. കറണ്ട് ബാറ്ററിയിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിന് ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിക്കും. എന്താ പ്രത്യേകത, ഒരേ ദിശയിൽ മാത്രം പ്രവഹിക്കുന്ന കറണ്ടുകളാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഈ പറയുന്ന പോലെ എക്സ്പെരിമെന്റ് വഴി നമ്മൾ ഉണ്ടാക്കിയെടുത്ത കറണ്ട് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഗാൽവാമീറ്ററും സൂചിയും ചലനത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഒരേ ദിശയിലാണോ, അല്ല, ദിശ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അങ്ങനെ ദിശ ചേഞ്ച് ചെയ്യുന്ന കറണ്ടുകളെ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ ക്രമമായ സമയം ഇടവേളകളിൽ കൃത്യമായ ടൈം ഇന്റർവെല്ലിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എന്ത് വിളിക്കുന്നത്, AC കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മിക്സി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ എന്താണ് പമ്പ് സെറ്റ്, ഓക്കെ, പമ്പ് സെറ്റ്, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ്, ഓക്കെ, ഫ്രിഡ്ജ് നമുക്ക് പറയാൻ പറ്റുമോ, ഫ്രിഡ്ജിനകത്ത് സ്റ്റെബിലൈസർ ഉണ്ട്, നല്ല ഫ്രിഡ്ജ്, ഓക്കെ, അതുപോലെയുള്ള വലിയ ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ഡയറക്റ്റ് AC-യിലാണ്. എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ, നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ചാർജിങ് സെറ്റപ്പ്, അതുപോലെ മിക്കവാറും നമ്മുടെ ഈ പുതിയ TV-കളൊക്കെ വർക്ക് ചെയ്യുന്ന എന്തിലാണ്, DC-യിലാണ്. അപ്പോൾ AC എന്തിലോട്ട് മാറ്റും, DC-യിലോട്ട് മാറ്റും. അതിനാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പോൾ ലാപ്ടോപ്പ് ചാർജർ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മൾ കറണ്ട് കൊടുത്തിട്ട് ഒരു വയർ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ പെട്ടി പോലത്തെ സാധനം കാണും അല്ലേ. ഈ പെട്ടി എന്ത് ചെയ്യും, നമ്മുടെ അവിടെ ഉള്ള AC-യെ എന്താക്കി മാറ്റും, DC ആക്കി മാറ്റും. മൊബൈൽ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പവർ ബ്രിക്ക് ഉണ്ടാവും അല്ലേ, ഒരു വലിയ ഭാഗം നമ്മൾ കൊണ്ട് കൊടുക്കും, അതിൽ നിന്നാണല്ലോ നമ്മൾ ഡയറക്റ്റ് വയർ പിടിച്ച് കൊടുക്കുക അല്ല ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ബോക്സുകൾ എന്താ ചെയ്യുന്നത്, അത് അവിടെ വരുന്ന AC-യെ DC ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ പറ്റി നമുക്ക് വിശദമായിട്ട് പിന്നെ പഠിക്കാം. തൽക്കാലം ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്തിലോട്ട് പോവാം, ജനറേറ്ററുകളിലോട്ട് പോകാമോ. എന്താ അപ്പോൾ ജനറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സാധനം. നിങ്ങളത് എവിടെ കണ്ടിട്ടുണ്ട്, സാധാരണ നമ്മുടെ നാട്ടിൽ കല്യാണ വീടുകളിലൊക്കെയാണ് കാണുന്നത്. തലേ ദിവസങ്ങൾ എന്ത് ചെയ്യും, കറണ്ട് എങ്ങാനും പോയി കഴിഞ്ഞാൽ വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ സാധനം കൊണ്ട് വയ്ക്കും. ഇതിനകത്തോട് സാധാരണ ഡീസലോ പെട്രോളോ അല്ലെങ്കിൽ ചിലടത്ത് കെറോസിനോ ഒക്കെയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കും, നമ്മുടെ വണ്ടികൾ പ്രവർത്തിക്കുന്ന പോലെ അല്ലേ. നമ്മുടെ വണ്ടിക്കൊക്കെ എഞ്ചിൻ ഉണ്ടാവില്ല, IC എഞ്ചിൻ, കാറും ബൈക്കും ഒക്കെ അല്ലേ. ഇലക്ട്രിക് വണ്ടിയല്ല, സാധാരണ പെട്രോൾ ഓടുന്ന സാധനം. പെട്രോൾ ഉപയോഗിച്ച് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ആലോചിച്ച് നോക്കി അല്ലേ, വണ്ടിക്കകത്ത് നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ട് ഈ പറയുന്ന സ്റ്റാർട്ട് ചെയ്യിക്കുമ്പോൾ എന്ത് പറ്റും, ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റും സാധനമൊക്കെ കത്തുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ പവറും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ
നമ്മൾ ഫ്യൂവൽ ഉപയോഗിച്ച് കത്തിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഈ സാധനം സാധാരണ നമുക്ക് പരിചയമുള്ള ജനറേറ്റർ. ഇതിൻ്റെ വ്യത്യസ്തമായ രൂപം അല്ലെങ്കിൽ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ഫോമൊക്കെയാണ് പവർ സ്റ്റേഷൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എവിടെയായാലും ഇത് ചെയ്യുന്ന ജോലി എന്താ? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. എങ്ങനെ ഉൽപ്പാദിപ്പിക്കും? നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ? നമ്മൾ പ്രവർത്തിപ്പിക്കും, എന്തോ ഒരു സാധനം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ സാധനത്തിനകത്ത് ഈ പറയുന്ന എന്താണ് IC എഞ്ചിന് വരുന്ന ഈ ജനറേറ്ററിനകത്താണെങ്കിൽ ഒരു എഞ്ചിനാണ് വർക്ക് ചെയ്യുന്നത്. പെട്രോളിൻ്റെ കെമിക്കൽ എനർജി ഉപയോഗിച്ച് ഒരു എഞ്ചിൻ പ്രവർത്തിച്ച് എഞ്ചിൻ കറങ്ങും. ഈ കറങ്ങുന്ന എഞ്ചിൻ എന്ത് പറ്റും? ഒരു ജനറേറ്ററിനെ കറക്കും. ജനറേറ്റർ എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടാവും, അതിനെ കറക്കും. ആ കറക്കുന്നതിന് ഫലമായിട്ട് വൈദ്യുതി ഉണ്ടാവും. അപ്പോൾ കറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനെ വിളിക്കുന്ന പേര് മെക്കാനിക്കൽ എനർജി എന്നാണ്. എന്താണ്? മെക്കാനിക്കൽ എനർജി. ഓക്കെ, ഇപ്പോൾ ഈ കറക്കുന്ന എനർജി വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. അപ്പോൾ മെക്കാനിക്കൽ എനർജി നമ്മളിവിടെ എന്തായിട്ട് മാറ്റുകയാണ്? വൈദ്യുതം അല്ലേ? അപ്പോൾ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് എന്താ? ജനറേറ്റർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഫലമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ജനറേറ്റർ. അപ്പോൾ ജനറേറ്റർ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് കറണ്ട് ഉണ്ടല്ലോ. അപ്പോൾ AC DC എന്ന് പറയുന്ന പോലെ AC ജനറേറ്റർ ഉണ്ട്, DC ജനറേറ്റർ ഉണ്ട്. അപ്പോൾ 2 സാധനം എടുത്താലും വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിവിടെ പഠിച്ചു. നമ്മൾ ഇതുപോലത്തെ ഒരു സാധനം പഠിച്ചു മുന്നത്തെ ചാപ്റ്റർ അല്ലേ? മോട്ടോറുകളെ പറ്റി പഠിച്ചു. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് ഫോമാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്സ് ഒക്കെ സെയിം തന്നെയാണ്. അതായത് ഇവിടെ നോക്കിയേ, 2 കാന്തം ഉണ്ടാവും. ഇത് AC ജനറേറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. 2 കാന്തം ഉണ്ടാവും. കാന്തത്തിന് നടുക്കായിട്ട് ഇതാ ABCD എന്ന് പറയുന്ന ആർമേച്ചർ ഉണ്ടാവും. ആർമേച്ചറിൽ നിന്ന് നമ്മൾ റിങ് കൊടുക്കും അല്ലേ? ആ റിങ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ആ റിങ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ പഠിച്ച റിങ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച റിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ പകുതിയായിട്ടിരിക്കുന്ന റിങ്ങാണ്. അത് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് വട്ടത്തിരിക്കുന്ന റിങ്ങാണ്. ഓക്കെ, അപ്പോൾ ഈ റിങ്ങിന് നിങ്ങൾ എന്ത് പേര് പറഞ്ഞാൽ വിളിച്ചത്? സ്പ്ലിറ്റ് റിങ് എന്നതാണ് പഠിച്ചത്. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് വിളിക്കും? സ്ലിപ്പ് റിങ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സ്ലിപ്പർ. അപ്പോൾ ഇവിടെ സ്ലിപ്പർ റിങ്. AC DC നമ്മളുടെ ഏക വ്യത്യാസം ഇത് മാത്രമാണ് കേട്ടോ, സ്ലിപ്പർ റിങ്. അവിടെ നിന്ന് ബ്രഷ് ചെയ്യുന്ന AC. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പണ്ട് എന്താ പഠിച്ചത്? നമ്മൾ കറണ്ട് അങ്ങോട്ട് കൊടുക്കും. ഇവിടെ കറണ്ട് അങ്ങോട്ട് കൊടുക്കൂല. കണ്ടോ, നമുക്ക് കറണ്ട് ഇങ്ങോട്ട് കിട്ടും. എങ്ങനെ കിട്ടും? ഈ പറയുന്ന ആർമേച്ചറിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുറത്തുനിന്ന് എനർജി ഉപയോഗിച്ച് കറക്കും. എങ്ങനെ കറക്കും? ഇപ്പോൾ ഡാമിലാണെങ്കിൽ വെള്ളം വീഴുന്ന എനർജി, തെർമൽ പവർ പ്ലാന്റിലാണെങ്കിൽ നീരാവിയുടെ എനർജി, ന്യൂക്ലിയർ പവർ പ്ലാന്റിലാണെങ്കിൽ ന്യൂക്ലിയർ എനർജി വഴി നമ്മൾ നീരാവി ഉണ്ടാക്കി അത് വെച്ച് എന്ത് ചെയ്യും? കറക്കും. അങ്ങനെ കറക്കുമ്പോൾ എന്ത് പറ്റും? ഇത് കാന്തത്തിൽ നിന്ന് ഇങ്ങോട്ട് കാന്തിക ഫീൽഡ്. ഈ കാന്തിക ഫീൽഡിലാണ് ആരിയ്ക്കുന്നത്? ആർമേച്ചർ ഇരിക്കുന്നത്. അപ്പോൾ ആർമേച്ചർ കറങ്ങും. അപ്പോൾ ആർമേച്ചർ കറങ്ങുമ്പോൾ എന്ത് പറ്റും? കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടാവുന്നതിൻ്റെ ദിശ കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് റൂളൊക്കെ ഉണ്ട്. നമ്മൾ ഇടത്തെ കൈ പഠിച്ചോലും ഇവിടെ എന്ത് പറ്റും? വലത്തെ കൈ പഠിക്കും. പക്ഷേ ആ റൂൾസ് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ. നോർത്ത് സൗത്തിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ചൂണ്ടുവിരൽ വയ്ക്കുക. AB മൂവ് ചെയ്യുന്നത് ദിശ ഇപ്പോൾ തൽക്കാലം എന്താണ്? നിങ്ങൾ മുകളിലോട്ടാണെന്ന് വിചാരിക്കുക. എങ്കിൽ നമ്മുടെ നടുവിരലുണ്ടല്ലോ, ഈ നടുവിരൽ ഇങ്ങോട്ടാണോ മൂവ് ഫ്ലോ കാണിക്കുന്നത്? അങ്ങോട്ടായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് എന്ത് പറ്റും? Aയിൽ നിന്ന് Bയിലോട്ട്, Bയിൽ നിന്ന് Cയിലോട്ട്, Cയിൽ നിന്ന് Dയിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എക്സ്റ്റേണലിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പറയുന്ന AC കറണ്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. DC വന്നപ്പോൾ വരുന്ന മാറ്റം എന്താണ്? DC വന്നപ്പോൾ ഒരു മാറ്റമേ ഉള്ളൂ. ഇത് നമ്മൾ എന്തിന് സിമിലറാണ്? നമ്മൾ നേരത്തെ പഠിച്ച മോട്ടോറിൻ്റെ സെയിം ആണെന്ത്? DC ജനറേറ്റർ. AC വരുമ്പോൾ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? ഇവിടെ ഉപയോഗിക്കുന്ന റിങ് ഇതുപോലത്തെ വട്ട റിങ് ആയിരിക്കും. അതിൻ്റെ പേരാണ് എന്താണ്? സ്ലിപ്പർ റിങ് എന്ന് പറയും. ഇത് പറയും സ്ലിപ്പർ റിങ്. അപ്പോൾ നോക്കിയേ, പാർട്സ് നോക്കിയേ. AC ഫീൽഡ് മാഗ്നറ്റ്, DC എന്ത് തന്നെയാണ്? ഫീൽഡ് മാഗ്നറ്റ്. ABCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ആർമേച്ചർ. മറ്റിടത്തും എന്ത് തന്നെയാണ്? ആർമേച്ചർ. B1 B2 എന്തുവാണ്? ബ്രഷ്. രണ്ടിടത്തും അതിൻ്റെ പേര് എന്ത് തന്നെയാണ്? ബ്രഷ്. പക്ഷേ R1 R2ലാണ് വ്യത്യാസം. അപ്പോൾ ഒരു AC ജനറേറ്ററിൽ ഇതാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പേരെന്തുവാണ്? സ്ലിപ്പ്. SLIP, സ്ലിപ്പ് റിങ്. DCയിലാണെങ്കിൽ നമുക്കറിയാവുന്ന സ്ഥാനം തന്നെ എന്താണ്? സ്പ്ലിറ്റ് റിങ് എന്ന് പറയും. അപ്പോൾ ചോദ്യങ്ങളുടെ ഉത്തരം നോക്കി. വാട്ട് ഹാപ്പൻസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ലിങ്ക്ഡ് വിത്ത് ദ ആർമേച്ചർ കോയിൽ വെൻ ദ ആർമേച്ചർ ഓഫ് ദ ജനറേറ്റർ റൊട്ടേറ്റ്സ്? എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇതാണല്ലോ ABCD ആണല്ലോ ആർമേച്ചറുമായിട്ട് ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ പിടിച്ച് കറക്കുമ്പോൾ ഈ പറയുന്ന ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് സംഭവിക്കും? എന്ത് പറ്റും? ഇറ്റ് വിൽ ചേഞ്ച് അല്ലേ? ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ആൻ ആർമേച്ചർ ചേഞ്ചസ് എന്തുണ്ടാകും? ഒരു EMF ഉണ്ടാകും. വിൽ കറണ്ട് ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ വെൻ ദെയർ ഇസ് എ ചേഞ്ച് ഇൻ ദ ഫ്ലക്സ്? യെസ്,
കറണ്ട് ഉണ്ടാവും. കാരണം ഇവിടെ എന്തുണ്ടാകും, ഈ ചേഞ്ച് ഉണ്ടാകുന്നത് കാരണം അവിടെ ഒരു EMF ഉണ്ടാവും. ആ EMF കാരണം നമുക്ക് എന്തുണ്ടാകും, ഒരു കറണ്ട് ഉണ്ടാവും, അല്ലെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. അടുത്ത, വിൽ ദെയർ ബി എനി ചേഞ്ച് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ ദ ആർമേച്ചർ? യെസ്, ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും, അല്ലെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും ദിശ ചേഞ്ച് ചെയ്യും. ABCD എന്നുള്ളത് BCAD ആവും, നമ്മൾ അല്ലെ സോറി DCBA ആവും, അല്ലെ. വിൽ ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ബി AC ഓർ DC? എപ്പോഴും ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് AC കറണ്ട് ആയിരിക്കും. കാരണം ആലോചിച്ച് നോക്കടാ, നമ്മൾ ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോഴത്തേക്കും ABCD ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, എന്തായിരിക്കും അത്, DCBA ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ആദ്യം അങ്ങോട്ട്, അടുത്ത കറണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഉണ്ടാകുന്ന കറണ്ട് എപ്പോഴും എന്തായിരിക്കും, AC കറണ്ട് ആയിരിക്കും. കാരണം എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്ന കറണ്ട് AC. അപ്പോൾ എപ്പോഴും ആർമേച്ചർ, അല്ലാതെ AC ആയാലും ശരി DC ആയാലും ശരി, ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ട് എപ്പോഴും എന്തായിരിക്കും, AC കറണ്ട് ആയിരിക്കും. അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന DC ജനറേറ്ററിനകത്ത് എന്ത് ഉപയോഗിക്കുന്നത്, സ്പ്ലിറ്റ് റിങ്ങിനെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റിയേനെ, അവിടെയും നമുക്ക് ഇതുപോലത്തെ AC കറണ്ട് കിട്ടി. ഓക്കെ, വിച്ച് മെക്കാനിസം ട്രാൻസ്ഫർ ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്? AC-ലാണെങ്കിൽ സ്ലിപ്പ് റിങ്ങും ബ്രഷും ചേർന്ന്, DC-ലാണെങ്കിൽ സ്പ്ലിറ്റ് റിങ്ങും ബ്രഷും ചേർന്നിട്ട്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ സ്പ്ലിറ്റ് റിങ് ഇൻ ദ DC ജനറേറ്റർ? എന്താണ്, ടു കൺവേർട്ട് AC ഇൻറ്റു DC. അതായത് സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന കറണ്ട് ദിശ ചേഞ്ച് ആവാതിരിക്കാൻ എന്ത് പറ്റും, സ്പ്ലിറ്റ് റിങ് ആയതുകൊണ്ട് തന്നെ എന്ത് പറ്റും, എപ്പോഴും സ്പ്ലിറ്റ് റിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ R1 ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്, R1 ആയിരിക്കും ഇരിക്കുന്നത്, അല്ലെ. ഇവിടെ R1 ആയിരിക്കും, ഇവിടെയും R1 ആയിരിക്കും. എപ്പോഴും ഇതെന്തായിരിക്കും, ഈ പറയുന്ന വശത്ത് നിന്ന് വരുന്ന കറണ്ട്, ഈ പറയുന്ന വശത്ത് നിന്ന് വരുന്ന കറണ്ട് സ്പ്ലിറ്റ് റിങ്ങിനെ സംബന്ധിച്ച് സെയിം ആയിരിക്കും. പക്ഷേ AC ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സ്ലിപ്പ് റിങ് ആകുമ്പോഴത്തേക്ക് മാറും. അതാണ് അപ്പം ജോലി. AC-യെ DC ആക്കുക. റൈറ്റ് ഡൗൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ AC ആൻഡ് DC. ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. എന്താണ്, AC-യിലാണെങ്കിൽ എന്താണ്, സ്ലിപ്പ് റിങ്, DC-യിലാണെങ്കിൽ എന്താണ്, സ്പ്ലിറ്റ് റിങ്. ഇത്രയേ ഉള്ളൂ. വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി വിൽ ബി ഒബ്റ്റൈൻഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് if the armature of the DC generator is kept stationary and the field magnet is rotated? Why? ഇതൊരു സൂപ്പർ ചോദ്യമാണ്. ചോദിച്ചിട്ടുള്ള ഇത്രയേ ഉള്ളൂ. DC ജനറേറ്ററിൽ നമ്മൾ ആരെ കറക്കുന്നു, ഈ പറയുന്ന ആർമേച്ചറിന് നമ്മൾ അങ്ങനെ തന്നെ വയ്ക്കും. പക്ഷേ ഈ കാണുന്ന കാന്തത്തിന് എന്ത് ചെയ്യും, നമ്മൾ കറക്കും. അങ്ങനെ കാന്തത്തിനെയാണ് നമ്മൾ കറക്കുന്നതെങ്കിൽ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, DC ജനറേറ്റർ ആണെങ്കിലും ആ കിട്ടുന്ന കറണ്ട് അവിടെ എന്തായിരിക്കും, AC ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആർമേച്ചറിൽ എപ്പോഴും ഉണ്ടാകുന്ന കറണ്ട് ഏത് കറണ്ട്, AC കറണ്ട്. ഈ പറയുന്ന സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ നമ്മളിവിടെ ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് എപ്പോഴും ഈ റിങ്ങിൽ നിന്ന് ഒരു ദിശയിലുള്ള കറണ്ടും ഈ റിങ്ങിൽ നിന്ന് എതിർ ദിശയിലുള്ള കറണ്ട് എപ്പോഴും മാറി കിട്ടുന്നത്. എന്തുകൊണ്ട്, അവിടെ സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിച്ചത് കൊണ്ടാണ്. കാരണം സ്പ്ലിറ്റ് റിങ്ങും ബ്രഷുമായിട്ടുള്ള കോൺടാക്റ്റ് എന്ത് പറ്റുന്നുണ്ട്, ആൾട്ടർനേറ്റ് ആയിട്ട് മാറുന്നുണ്ടാണ് നമുക്ക് കറണ്ട് ഒരേ ദിശയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ആർമേച്ചർ അനക്കാതെ വെച്ചിട്ട് കാന്തത്തിനെ കറക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ആർമേച്ചർ അനങ്ങുന്നില്ല. അപ്പോൾ ഈ റിങ്ങുമായിട്ട് എപ്പോഴും ഈ ബ്രഷ്, ഈ റിങ്ങുമായിട്ട് എപ്പോഴും ഈ ബ്രഷ്, അത് മാറുമോ, ഇല്ല. പക്ഷെ എന്ത് പറ്റും, കാന്തം കറങ്ങുന്നത് കാരണം ഫസ്റ്റ് ഹാഫിൽ എന്ത് പറ്റും, ഇങ്ങോട്ട് ഫ്ലോ ചെയ്താൽ സെക്കൻഡ് ഹാഫ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. റിങ് അതനുസരിച്ച് ചേഞ്ച് ആവൂല. സോ ഇവിടെ കിട്ടുന്ന കറണ്ടിൻ്റെ ദിശ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. സോ കിട്ടുന്ന കറണ്ട് എന്തായിരിക്കും, AC കറണ്ട് ആയിരിക്കും. നാലാമത്തെ ചാപ്റ്ററിൽ ആ പറയുന്ന മെക്കാനിസം നന്നായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ ഇത് പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും, സംശയം വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയും. അങ്ങനെ AC-യുടെ ജനറേറ്ററിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ആദ്യം കറണ്ട് 0-ൽ നിന്ന് തുടങ്ങും, മാക്സിമം പോവും, 0 വരും, തിരിച്ചു വരും, ഓപ്പോസിറ്റ് ദിശയിൽ പോവും, ഇങ്ങനെ പോകും. DC ആണെങ്കിൽ എന്ത് പറ്റും, ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴോട്ട് പോകേണ്ട സമയമാണ് നമ്മൾ ആര് വരുന്നത്, സ്പ്ലിറ്റ് റിങ് വരുന്നത്. ആ റിങ് എന്ത് ചെയ്യും, തിരിച്ചിങ്ങനെ ആക്കി കൊടുക്കും. ഇങ്ങനെ പോകുന്നതാണ് DC. കെമിക്കൽ റിയാക്ഷൻ ആകുമ്പോഴത്തേക്കും വോൾട്ടേജ് കുറഞ്ഞിട്ട് കൂടുന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ AC DC-യുടെ ഗ്രാഫും വ്യത്യാസവും എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് എങ്ങനെ വരച്ചു എന്നുള്ളതൊക്കെ വിശദമായി പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ വിശദമായി പഠിപ്പിക്കുന്ന രീതി ആയിരുന്നു മുന്നത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെപ്പറ്റി ഒന്നും മെൻഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ രീതി എങ്ങനെയാണ് ആ ഗ്രാഫ് വന്നത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക, നമുക്ക് പിന്നീട് വല്ല ക്ലാസ് ആയിട്ട് ചെയ്യാം. കാരണം ഞാനിപ്പോൾ അത് വിശദീകരിക്കാൻ നിന്നാൽ ഈ ഒരു പാർട്ട് പഠിപ്പിച്ച് തീരാൻ തന്നെ നമുക്ക് ഒരു ഫുൾ ക്ലാസ് ഫുൾ വേണ്ടി വരുമായിരുന്നു. പക്ഷേ ടെസ്റ്റിൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, അതുപോലെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിൻ്റെ കാര്യവും പറയുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പറയുന്ന രീതിയിൽ ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും നല്ലത്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുന്നു. പവർ സ്റ്റേഷൻസിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ
അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.